कर्मण्यदोषोपगतस्वभावकपृच्छामित्तं धर्मसम्मूढचेतक यश्रेयस्या निश्चितं ब्रूहि तन्मे शिष्यस्तेऽहं शादिमां तां प्रपन्नम् ഓ നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഉത്തരഗീതയിലെ 10 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 11 തൊട്ട് 18 കൂടി ഈ അധ്യായവും സമർപ്പിക്കുകയാണ്, ഉത്തരഗീതയും സമർപ്പിക്കപ്പെടുകയാണ്. 11 തൊട്ട് 18 വരെയുള്ള ശ്ലോകങ്ങൾ. ദൃശ്യതേ ചൽ ഖഗാകാരം കകാരം വിചിന്തിയൽ സകളം നിഷ്കളം സൂക്ഷ്മം മോക്ഷദ്വാരേണ നിർഗതം അപവർഗസ്യ നിർവാണം പരമം വിഷ്ണുമവ്യയം സർവജ്യോതിർ നിരാകാശം സർവഭൂതഗുണാന്യതം സർവത്ര പരമാത്മാനം ബ്രഹ്മാത്മാ പരമവ്യയം അഹം ബ്രഹ്മേതി യൽ സർവം വിജാനാതി നര സദാ ഹന്യാൽ സ്വയമിമാൻ കാമാൻ സർവാശി സർവവിക്രൈ സർവം നിഷിദ്ധം കൃത്വാപി കർമ്മഭിർ ന സബധ്യതേ നിമിഷം നിമിഷാർത്ഥം വാ സീതാ സീത നിവാരണം അചല കേശവേ ഭക്തിർ വിഭൈവ കിം പ്രയോജനം ഭിക്ഷാന്നം ദേഹരക്ഷാർത്ഥം വസ്ത്രം ശീത നിവാരണം അസ്മാനം ച ഹിരണ്യം ച ശാകം ശല്യോദനം തഥാ സമാനം ചിന്തയൽ യോഗി യതി ചിന്യമപേക്ഷത ഭൂതവസ്തുന്യ ശോചിത്തെ പുനർജന്മന വിദ്യതേ ആത്മയോഗം അവോചൽ യോ ഭക്തിയോഗ ശിരോമണി തം വന്ദേ പരമാനന്ദം നന്ദനമീശ്വരം. ഓം തസ്സൽ. ഇത് ശ്രീമദ് ഉത്തരഗീതാസു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ കൃഷ്ണാർജുന സംവാദേ തൃതീയോധ്യായ സമാപ്തോയം ഉത്തരഗീതായാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. 11-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ദൃശ്യതേജൽ കകാകാരം കകാരം വിചേന്തിയാൽ സകളം നിഷ്കളം സൂക്ഷ്മം മോക്ഷദ്വാരേണ നിർഗതം. ആകാശത്തെ മാത്രം കാണുകയും അതിനെ മാത്രം ചിന്തിക്കുകയും ചെയ്യുക. അതിലൂടെ വിശാലമായ സകല ബ്രഹ്മത്തെയും സൂക്ഷ്മമായ നിഷ്കള ബ്രഹ്മത്തെയും ദർശിച്ച് മോക്ഷദ്വാരത്തെ പ്രാപിക്കുന്നതാണ്. ആകാശത്തെ നമുക്ക് അവ്യക്ത സ്വരൂപമാണ് എങ്കിലും ആകാശത്തെ മാത്രം കാണുന്ന രീതിയിൽ ധ്യാനിക്കുക, ചിന്തിക്കുക. ആകാശം എപ്രകാരമാണോ ശൂന്യമായിരിക്കുന്നത്, അതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ അങ്ങോട്ട് അടുക്കും തോറും അത് അകന്നു പോകുന്നതായിട്ട് തോന്നും. നമ്മൾ പിന്നോട്ട് പോരുമ്പോൾ ആകാശം നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നും. അപ്പോൾ ഈ ആകാശത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ? ശബ്ദം. ആകാശത്തെയും നമുക്ക് ദൃശ്യം ആയിട്ട് കാണുന്നുണ്ടെങ്കിലും അത് വ്യക്തമല്ല. വ്യക്തമാണെന്ന് നമുക്ക് ദൂരക്കാഴ്ച കൊണ്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ. അതിൽ ശബ്ദവും ദൃശ്യമല്ല, പക്ഷെ ശബ്ദമാണ് ആകാശത്തിന്റെ ഗുണം. അപ്പൊ ആകാശത്തെ മാത്രം കാണുകയും അതിന്റെ ഗുണത്തെയും ദോഷത്തെയും ചിന്തിക്കുകയും ചെയ്യുക. അതിലൂടെ വിശാലമായ ബ്രഹ്മത്തെ അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായ നിഷ്കള ബ്രഹ്മത്തെയും ദർശിച്ച് മോക്ഷദ്വാരത്തെ പ്രാപിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാണ് 11-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അപവർഗസ്യ നിർവാണം പരമം വിഷ്ണു അവ്യയം സർവ ജ്യോതിർ നിരാകാശം സർവഭൂത ഗുണാന്യതം സർവത്ര പരമാത്മാനം ബ്രഹ്മാത്മാ പരമവ്യയം. ഇത് സാധിക്കുന്നത് എങ്ങനെയാ? അഭ്യാസത്താൽ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിക്ഷേപങ്ങളിൽ നിന്നും മോചനം നേടുവാൻ പരമവും നാശരഹിതവുമായ വിഷ്ണുപദം പ്രാപിക്കുന്നതാണ്. നേടുന്നവൻ, അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ ചിന്തകളും ആഗ്രഹങ്ങളും അതിനോടുള്ള അറ്റാച്ച്മെന്റ്സ് സകലതും പല തവണ തുടരെ ശ്രമിച്ചുള്ള അഭ്യാസത്താൽ സകല ബന്ധങ്ങളിൽ നിന്നും വിക്ഷേപങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും മോചനം നേടുന്നവൻ പരവും നാശരഹിതവുമായ വിഷ്ണുപദം പ്രാപിക്കുന്നതാണ്. അപ്പൊ വിഷ്ണുപദം പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഷാടിസ്ഥാനത്തിൽ പറയാന്നേ ഉള്ളൂ. അതിന് ഈ ഭൗതികമായിട്ടുള്ള സകല ബന്ധങ്ങളും
വിട്ടാൽ മാത്രമേ വിഷ്ണുപദം പോകാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷ്ണുപദം സമസ്ത ജ്യോതിഷുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതും നിരാകാരവുമാണ്. എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു ആകാരമോ ഒരു നാമമോ അവ്യക്ത സ്വരൂപമാണ് ഈ വിഷ്ണുപദം എന്ന് പറയുന്നത്. സർവഭൂതങ്ങളുടെയും ഗുണത്തോടു കൂടിയ ഈ പരമാത്മാ സ്ഥാനം അനശ്വരമായ പരബ്രഹ്മം തന്നെയാണ്. അപ്പൊ അണുകളിൽ സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായിരിക്കുന്നത് അണുവായിട്ട് എല്ലായിടത്തും പ്രസരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് നിരാകാരമാണ്, അവ്യക്തമാണ്, അചിന്ത്യമാണ്, അവികാര്യമാണ്. അതിനെ നമ്മുടെ ജീവനും അതേ തത്വത്തിലാണ് നിൽക്കുന്നത്. ശരീരത്തിനൊരു ദൃശ്യതയും നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട്. പക്ഷെ ശരീരത്തിന് ധരിക്കുന്ന ജീവൻ അവ്യക്തമാണ്. അതിന് പ്രത്യേകിച്ച് നാമമോ നിരാകാരമോ ഒന്നുമില്ല. അപ്പം നാശരഹിതമാണ്. എന്നാൽ ആ വിഷ്ണുപദം പ്രാപിക്കാൻ അത് അഭ്യാസം കൊണ്ട് ഇതിൻ്റെ സമസ്ത ജ്യോതിഷുകളുടെയും ജ്യോതിഷായിട്ട് വർത്തിക്കുന്നതാണ്. പ്രാണന്റെ പ്രാണനായിട്ട്, സൂര്യന്റെ സൂര്യനായിട്ട്, ചന്ദ്രന്റെ ചന്ദ്രനായിട്ട് വർത്തിക്കുന്ന എന്താണോ സകല ഗുണങ്ങളോടും കൂടിയതാണ്, അതെല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നുണ്ട്. ഈ പരമാത്മ സ്ഥാനം അനശ്വരമായ പരബ്രഹ്മം തന്നെയാകുന്നു എന്ന് അഭ്യാസത്താൽ ഉറക്കണം. അതാണ് കഠിനവും. അഹം ബ്രഹ്മേതിയൽ സർവം വിജാനാതി നരസദാ കന്യാൽ സ്വയം ഇമാൻ കാമാൻ സർവാസി സർവ്യ വിക്രയി സർവം നിഷിദ്ധം കൃത്വാവി കർമ്മഭിർ നാസബദ്ധ്യതേ. ഞാൻ ബ്രഹ്മമാണെന്നും എല്ലാം ആ ബ്രഹ്മം തന്നെയാണെന്നും വിദ്വാന് ബോധ്യമാകുന്നു. അവൻ സർവകാമങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും മോചനം നേടുന്നു. നിക്ഷിപ്ത കർമ്മങ്ങൾ കൂടി ചെയ്യേണ്ടി വന്നാലും അവനെ അത് ബാധിക്കുന്നതല്ല. അപ്പൊ താൻ തന്നെ ബ്രഹ്മമാണെന്ന്, ഞാൻ ബ്രഹ്മമാണെന്നും എല്ലാം ബ്രഹ്മം തന്നെയാണെന്നും വിദ്വാനായിട്ടുള്ളവൻ, അന്ധകരണ ശുദ്ധിയും വിവേകം ഉണ്ടായ ആളാണ് വിദ്വാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് ചിലപ്പോൾ പല ജന്മം കൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കുക. അപ്പൊ കർമ്മബന്ധനങ്ങൾ ഇല്ലാതെ വരണം. അപ്പോൾ അന്ധകരണ ശുദ്ധി ഉണ്ടാകും. അന്ധകരണ ശുദ്ധി ഉണ്ടാകുമ്പോൾ വിദ്വാനാകും, അഥവാ വിവേകിയാകും അർത്ഥം. അതായത് അനുഭവജ്ഞാനത്തിലൂടെ മാത്രമേ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന ആളെയാണ് ഇവിടെ വിവേകി അഥവാ വിദ്വാൻ എന്ന് പറയുന്നത്. അങ്ങനെ അനുഭവജ്ഞാനം ലഭിക്കുന്ന ആൾക്ക് മാത്രമേ താൻ ബ്രഹ്മം തന്നെയാണെന്നുള്ളത് അനുഭവിച്ചറിയുന്ന അവസ്ഥയുണ്ടാകും. അവൻ സർവകാമങ്ങളിൽ നിന്നും മോചനം നേടുകയും ചെയ്യും. ആ കാമങ്ങൾ എന്ന് പറയുന്ന ആഗ്രഹങ്ങൾ, കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പായുന്ന സ്വഭാവമൊക്കെ നിർത്തും. ഇനി ധർമാനുസരണമുള്ള കർമ്മങ്ങൾ മാത്രം സംഘദോഷമില്ലാതെ തന്നെ ചെയ്യുകയും ചെയ്യും. ഇനി അഥവാ നിഷിദ്ധ കർമ്മങ്ങൾ കൂടി ചെയ്യേണ്ടി വന്നാലും അവനെ അത് ബാധിക്കില്ല. അതാണ് അഹംത്വാ സർവവാപ്യം. ഈശ്വരാർപ്പണമായിട്ട് നാരായണ ആയിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും അതിലെന്തെങ്കിലും കുറവോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടായാലും അതെല്ലാം ഭഗവാൻ ക്ഷമിച്ചോളും. അഹംത്വാ സർവവാപ്യം. ഭഗവാന്റെ ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പാപത്തെ പറ്റി ചിന്തിക്കേണ്ട തന്നെ വേണ്ട. കാരണം 100% നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തി നാരായണനായിക്കൊണ്ട് സമർപ്പണ ബുദ്ധിയോടെയാണ് ചെയ്യുന്നതെങ്കിൽ അവന് ഒന്നിനെ പേടിക്കേണ്ട. അഥവാ കർമ്മത്തിന്റെ ഗതി കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ തെറ്റുകൾ സംഭവിച്ചാലും അതെല്ലാം ഭഗവാൻ മാപ്പാക്കി ഭഗവാനിലേക്ക് തന്നെ വിഷ്ണുപദം പോകാൻ അനുവദിക്കും എന്നർത്ഥം. ഇനി അഥവാ നിഷിദ്ധകർമ്മം, അതുകൊണ്ടാണ് നിഷിദ്ധകർമ്മം ചെയ്യേണ്ടി വന്നാലും അറിയാതെ ചെയ്തു പോയാലും അതൊന്നും അവനെ ബാധിക്കുന്നതല്ല. ആരെ? വിദ്വാനായവൻ, അതായത് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉള്ളവനെയാണ് ഈ കർമ്മങ്ങളൊന്നും നല്ലതോ ചീത്തയായിട്ടുള്ളത് ഈശ്വരന്റെ അനുവർത്തികളായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇതൊന്നും ബാധിക്കുന്നതല്ല. നിമിഷം നിമിഷാർത്ഥം വാം ശീത നിവാരണം അജല കേശവേ ഭക്തിർ വിഭൈവ കിം പ്രയോജനം. ഉഷ്ണശീതങ്ങളായിരിക്കുന്ന ദ്വന്ദ്ഭാവങ്ങൾ പോലും അറിയാതെ അചഞ്ചലമായി ധ്യാനിക്കണം. ഒരു നിമിഷമോ അരനിമിഷമെങ്കിലും അചഞ്ചലമായ ഭഗവത് ഭക്തിയോടെ ധ്യാനിക്കുക. അവൻ ഏകാഗ്രചിത്തനായി തീരുന്നതാണ്. ഇപ്രകാരം ഒരു ഭക്തന്, ഭഗവത് ഭക്തന് എത്ര കാമ്യ വസ്തുക്കൾ ഉണ്ടെങ്കിലും അവയെല്ലാം പ്രയോജനരഹിതമാകും.
ഇവിടെ നമ്മൾ മുഴുവൻ സമയവും ഈശ്വരനെ വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞ് തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര എന്നൊക്കെ പറഞ്ഞാലും അത് പല ദിനങ്ങളിൽ നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ തുടരെ അഭ്യാസം ചെയ്താണ് ആ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സ്ഥിതിയിലേക്ക് അഭ്യാസം അനുഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിമിഷാർത്ഥം വാ എന്ന് ഭഗവാൻ പറഞ്ഞു. അതായത് ഈ ശീതോഷ്ണങ്ങളായിരിക്കുന്ന ദ്വന്ദ്വഭാവങ്ങളെ ധ്യാനിക്കണം. ആ ധ്യാനിച്ചിട്ട് അതിന്റെ സമാവസ്ഥ കൈവരുത്തണം. അപ്പോഴാണ് അതിൽ തന്നെ അചഞ്ചലാവസ്ഥ ഉണ്ടാവുന്നത്. ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, ഈ ദ്വന്ദ്വഭാവത്തെ തന്നെ ചിന്തിച്ചിട്ട് അത് സമാവസ്ഥയെ കൈവരുത്തണം. അത് തുടർച്ചയായുള്ള ശ്രമം കൊണ്ട് സാധിക്കും. അപ്പോഴാണ് അചഞ്ചലമായ ഭക്തി, അചഞ്ചലമായ ധ്യാനം, ഈശ്വരനെ പറ്റി ചിന്തിക്കാനുള്ള അചഞ്ചലമായിട്ട് സാധിക്കണമെങ്കിൽ ഈ ഒരു സമാവസ്ഥ കൈവരുത്തണം. അത് ഒരു നിമിഷത്തേക്ക്, ഒരു നിമിഷം അല്ലെങ്കിൽ അരനിമിഷം, നിമിഷാർത്ഥം വാ, ആ ഒരു ഭാവം അചഞ്ചലമായിട്ട് വന്ന് എപ്പോൾ അരനിമിഷത്തേക്കാണെങ്കിലും വന്ന് ഭവിച്ചാൽ അത് ഭഗവത് ഭക്തിയോടെ സ്ഥാനിക്കും. ആ അരനിമിഷമെങ്കിലും ഈ ഒരു അവസ്ഥ കൈവരുത്താൻ നമുക്ക് സാധിച്ചാൽ അവൻ ഏകാഗ്ര ചിത്തനായി തീരും ഭാവിയിൽ. ഇപ്പം പ്രയത്നം കുറയ്ക്കാൻ പാടില്ല, ദിവസവും ശ്രമിക്കണം. അതിൽ ഒരു നിമിഷത്തേക്ക് ഇല്ലെങ്കിൽ അരനിമിഷത്തേക്കെങ്കിലും ഈ ഏകാഗ്രമായ മനസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അവന് പിന്നെ അചഞ്ചലമായ ഭക്തി ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ പ്രകാരമുള്ള ഭഗവത് ഭക്തന് എത്ര കാമ്യ വസ്തുക്കളും നമുക്ക് ചുറ്റും എന്തൊക്കെ സുഖസമൃദ്ധി, ഇന്ദ്രിയ ഭോഗസുഖങ്ങൾ അനുഭവിക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടെങ്കിലും വേണ്ടില്ല, അവൻ അതിലൊന്നും ഭ്രമിക്കില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ അവനെ സംബന്ധിച്ചിട്ടുള്ള എന്താ പ്രയോജനം? അതൊക്കെ നിഷേധ വസ്തുക്കളായിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത വസ്തുക്കളായിട്ട് മാറുന്നു എന്നർത്ഥം. അപ്പൊ ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പോകാൻ കാരണം തന്നെ നമുക്ക് അന്ധകരണ ശുദ്ധിയും വിവേകവും ഇല്ലാത്തത് കൊണ്ടാണ്. അന്ധകരണ ശുദ്ധിയും വിവേകവും എപ്പോഴുണ്ടാകുന്നോ, ഉണ്ടാകണമെങ്കിൽ അരനിമിഷത്തേക്കെങ്കിലും നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി അചഞ്ചലമായ ഭക്തിഭാവത്തെ അരനിമിഷമെങ്കിലും കൊണ്ടുവരാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഗീത പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫലേച്ഛയില്ലാതെ യജ്ഞാർത്ഥമായിട്ട് പരോപകാരമാർത്ത് ഈശ്വര കാര്യങ്ങളെങ്കിലും ശ്രദ്ധയോടെ ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഫലേച്ഛയില്ലാതെ അർപ്പണബോധത്തോടെ ഒന്നും ചെയ്യാൻ എളുപ്പം സാധിക്കില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈശ്വര കാര്യങ്ങൾ, പാരായണങ്ങളോ ജപോ തപോ ക്ഷേത്രദർശനോ ഒക്കെ ചെയ്യുമ്പം അതിൽ സ്വാർത്ഥ താല്പര്യം ഇല്ലാതെ അരനിമിഷമെങ്കിലും നിങ്ങൾക്ക് ഭഗവാന്റെ മുമ്പിൽ കൈ തൊഴുതു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ, അവിടെ ഏകാഗ്രതയുണ്ടെങ്കിൽ അത് പിന്നെ അചഞ്ചലമായ ഭക്തിയിലേക്ക് ഓട്ടോമാറ്റിക് പരിണമിച്ചോളും. ദിവസവും ചെയ്യണമെന്ന് മാത്രം, വല്ലപ്പോഴും ഒരിക്കൽ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, പുസ്തകജ്ഞാനം കൊണ്ടും ആയില്ല. അപ്പോൾ നിത്യനൈമിത്യ കർമ്മത്തിൽ അരനിമിഷം ഇല്ലേ ഒരു നിമിഷം, നിമിഷാർത്ഥം, ഇവിടെ ഭഗവാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിമിഷാർത്ഥം, ഒരു നിമിഷത്തേക്ക് ഇല്ലെങ്കിൽ അരനിമിഷത്തേക്കെങ്കിലും നിങ്ങൾക്ക് ഈ ഏകാഗ്രത കൈവരുത്താൻ സാധിച്ചാൽ, എന്തെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ജന്മത്തിൽ ഇത് സാധിച്ചാൽ പിന്നെ അചഞ്ചലമായ ഭക്തിയിലേക്ക് തന്നെ എത്താനും ധ്യാനിക്കാനും സാധിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോഴേ സാധിക്കൂ. അത് സാധിക്കാതിരിക്കാൻ എന്താ കാരണം? നമുക്ക് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ. ഈ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് പുണ്യപാപങ്ങളുടെ കൂമ്പാരം പൂർവജന്മാർജിതമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം. അത് നാമം ജപിച്ചെടുത്ത് എളുപ്പമാണ്. ഒരു പൂജയോ ഹോമോ എന്തൊക്കെ ദുരിത നിവാരണമായിക്കൊണ്ട് നിങ്ങൾ വേദവൈദിക ആർക്കങ്ങൾ ചെയ്യുന്നതിലൊക്കെ കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. എത്ര ജന്മങ്ങളിൽ സംഭരിച്ചു വച്ചിരിക്കുന്നതായാലും വേണ്ട, കലിയുഗത്തിൽ ഈ നാമം ജപിച്ചാൽ മതി. അത് ശുദ്ധിയാക്കാൻ എളുപ്പമാണ്, അവരവർക്ക് ചെയ്യാവുന്നതാണ്, മറ്റാരെ ആശ്രയിക്കുകയും വേണ്ട. അപ്പൊ അതുകൊണ്ട് അത് നിരന്തരം അഭ്യസിച്ചാൽ നമുക്ക് ആ നാമജപത്തിൽ തന്നെ ഏകാഗ്രത ഉണ്ടാകാൻ തുടങ്ങും. ആദ്യമൊക്കെ അശ്രദ്ധയൊക്കെ ഉണ്ടാവും, അതൊന്നും ഒക്കെ വിചാരങ്ങൾ വേണ്ടാന്ന് വിചാരിക്കുന്നതൊക്കെ വിചാരത്തിലേക്ക് വരും. അതുകൊണ്ട് വിചാരിക്കണ്ടെന്ന് വിചാരിക്കുന്നതെന്തോ അത് വിചാരത്തിലേക്ക് വരും. എന്നാലും ഇത് ഒരു അരനിമിഷമെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധയോടെ അചഞ്ചലമായിട്ട് ജീവിക്കാൻ സാധിച്ചാലോ പിന്നെ അതിന്റെ പിരീഡ് ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കാൻ തുടങ്ങിക്കോളൂ എന്ന് പറയുന്നത്.
ഭിഷാനം ദേഹരക്ഷാർത്ഥം വസ്ത്രം ശീത നിവാരണം അസ്മാനം ച ഹിരണ്യം ച ശാകം ശല്യോദനം തഥ സമാനം ചിന്തയിൽ യോഗി യതി ചിന്തമപേക്ഷത. ദേഹരക്ഷയ്ക്ക് അഥവാ ജീവൻ നിലനിർത്തുവാൻ വേണ്ട ഭക്ഷണം മാത്രം ഭിഷാനം പോലെ സ്വീകരിച്ച് ഭുജിക്കണം. ശീത നിവാരണത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള വസ്ത്രം ലളിതമായി മാത്രം ധരിക്കുക. സ്വർണാദി സുഖഭോഗ വസ്തുക്കളെ കരിങ്കൽ ചീളുകൾ പോലെ തള്ളിക്കളയുക. ഭിഷാനം പോലും അല്പം ചോറും പച്ചക്കറികളും ഒഴികെ ഉള്ളവയെല്ലാം ഉപേക്ഷിക്കുക. ഇപ്രകാരം എല്ലാം ശീലിക്കുകയും സമദൃഷ്ടിയോടെ ജീവിക്കുകയും ചെയ്യുന്ന യോഗി നിശ്ചയമായും ശുദ്ധബ്രഹ്മത്തെ പ്രാപിക്കുന്നതാണ്. അപ്പം ശരീരത്തിന്റെ അന്നമയമായ ശരീരത്തെ രക്ഷയ്ക്ക് ദേഹരക്ഷാർത്ഥം, ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ജീവൻ നിലനിർത്തുവാൻ, ശരീരത്തിൽ ജീവൻ നിലനിർത്തുവാൻ, കാരണം ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ശരീരം ജീർണിച്ചാൽ ജീവന് നിൽക്കാൻ പറ്റില്ല. അപ്പം ശരീരമാധ്യം കലു ധർമ്മസാധനം എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ജീവനെ നിലനിർത്തണമെങ്കിൽ ശരീരം കാത്തു സംരക്ഷിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ തുടക്കം തന്നെ ഭക്തിയോഗം പറയുമ്പോൾ തന്നെ ഗീതയില് വ്യക്തോപാസന അവ്യക്തോപാസന എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ശരീരത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം, പരിരക്ഷിക്കണം. കാരണം ഈ ശരീരത്തിലൂടെ ഈ പറയുന്ന യോഗമൊക്കെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ശരീരം ആരോഗ്യത്തോടെ അല്ലെങ്കിൽ ഒരു നിമിഷം പോയിട്ട് അരനിമിഷം പോലും നമുക്ക് സ്വസ്ഥതയോടെ ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ദേഹരക്ഷയ്ക്ക് അഥവാ ജീവൻ ഈ ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ഈശ്വരനാണ്. ആ ജീവൻ ശരീരത്തെ നിലനിർത്തുവാൻ വേണ്ട ഭക്ഷണം മാത്രം ഭിഷാന്നം പോലെ സ്വീകരിച്ച് അതൊരു വരദാനമായിട്ട് കരുതിയിട്ട് ആ അന്നത്തെ അല്പമാത്രം, ഇല്ലെങ്കിൽ ശരീരരക്ഷയ്ക്ക് യുക്താഹാര വിഹാരസ്യ യുക്തേഷസ്സു കർമ്മസ്തു, യുക്തമായത് അവരവർക്ക് മനസ്സിൽ പിടിക്കുന്ന ആഹാരം സന്തോഷത്തോടുകൂടി പാചകം ചെയ്ത് അവരവർക്ക് വേണ്ടുന്നത് കഴിക്കുന്നതാണ് ഉത്തമം. മറ്റുള്ളവരെ ഉണ്ടാക്കി വെച്ചത് നമുക്ക് ചിലപ്പോൾ സന്തോഷത്തെ നൽകിയില്ല, പിന്നെ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള ഭാവത്തിലായിരിക്കും ചിലപ്പോൾ തരുന്നത്. അവിടെയും നമുക്ക് മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ ഒരു പ്രാക്ടീസാണ് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവനവന് വേണ്ടുന്നത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രസാദം മാത്രം അല്പം ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് ഈ ഭക്തിയോഗം അനുഷ്ഠിക്കുന്നത്. എന്തിനാ ഇത്, എന്തിൻ്റെ സുഖടാന്നൊക്കെ പലരും ചോദിക്കും. ഇതൊക്കെ എന്തിനാന്നൊക്കെ ചോദിക്കും. ഇപ്പൊ തന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ചോദിക്കും, എന്താ തിരുമേനി ഭക്ഷണം കഴിക്കണേന്നൊക്കെ പലരും ചോദിക്കും. ഒരു നേരം ഭഗവാനെ നേദിച്ച ആ പ്രസാദം മാത്രം, അല്ലാത്തത് ഒന്നും തന്നെ നിവൃത്തിയുള്ളിടത്തൊന്നും കഴിക്കില്ല. എന്താ രക്ഷ? ശരീരത്തിന്റെ രക്ഷ നോക്കണം. അതിന് ശരീരമാണ് ശരീരമാധ്യം കലു ധർമ്മസാധനം. അപ്പം ശരീരം വീണു പോകുന്നത് വരെ അതിനെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്. അതിന് ക്ഷതം കൂടാതെ കാത്തു സംരക്ഷിക്കണം. അതാണ് ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ. ധർമ്മം എന്ന് പറയുന്നത് ഈശ്വരന്റെ ശക്തി ജീവൻ ശരീരത്ത് ധരിച്ചാണ് വന്നിരിക്കുന്നത്. അത് ഈ ശരീരം നിലനിൽക്കുന്ന അത്രയും കാലം നിൽക്കുള്ളൂ. അപ്പൊ ശരീരത്തിന് ഉതകുന്ന അതാണ് യുക്താഹാരം എന്ന് പറയുന്നത്. നമ്മുടെ അവരവരുടെ ശരീരത്തിന് ഉതകുന്ന രീതിയിലുള്ള ആഹാരം അവരവർ സ്വീകരിക്കണം. എനിക്ക് പറ്റുന്നത് ചിലപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ടാണ് യുക്താഹാരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പ്രഷറോ PSC പാസ്സായിട്ടിരിക്കുന്നത് അവർക്ക് പറ്റിയ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ രീതിയിൽ അതിനെ അധികരിക്കാത്ത വിധത്തിലുള്ള ആഹാരം സ്വീകരിക്കണം. അതാണ് യുക്താഹാരം എന്ന് പറഞ്ഞത്. എല്ലാവർക്കും ഒരേ ആഹാരം തന്നെ യുക്തമാണെന്ന് കരുതാൻ പറ്റില്ല എന്നർത്ഥം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ജീവൻ ശരീരത്തെ നിലനിർത്തണമെങ്കിൽ ഈ അന്നമയമാണ് ശരീരം. അതുകൊണ്ട് ഒരു നേരമെങ്കിലും അല്പാഹാരിയായിട്ടെങ്കിലും ആ ശരീരത്തെ നിലനിർത്തുക എന്നുള്ളത് അത് സ്വീകരിച്ച് അതിനുള്ള ഭിഷാന്നം പോലെ, അതും ഭഗവാന്റെ അന്നം ഭിക്ഷയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് സഹകരിച്ചോ. ഒരു നേരത്തെ ആഹാരം അത് സന്തോഷത്തോടെ സ്വീകരിച്ച് ഭുജിക്കണം. ശീത നിവാരണത്തിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നാണം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്പവസ്ത്രധാരിയാകാം. അത്യാവശ്യമുള്ള വസ്ത്രം മാത്രം ധരിക്കുക. എല്ലാം മോഡിഫിക്കേഷൻസോ ഇല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാൽ ആകർഷിക്കുന്ന വിധത്തിലുള്ള ലളിതമായ വസ്ത്രധാരണം വേണം എന്നർത്ഥം. പിന്നെ സ്വർണാദി സുഖഭോഗങ്ങളും അലങ്കാര വസ്തുക്കളും ഒക്കെ നിവർത്തിയുള്ളിടത്തോളം ഉപയോഗിക്കരുത്. അതൊക്കെ ഉപേക്ഷിക്കുക. സ്വർണാദി സുഖഭോഗ വസ്തുക്കളെ കരിങ്കൽ ചീളുകൾ പോലെ തള്ളിക്കളയാനാണ് ഭഗവാൻ പറയുന്നത്.
മണ്ണും സ്വർണവും കണ്ട ഒരേപോലെ ആകും സമചിത്തത വന്ന ആൾക്കെന്നൊക്കെ ഗീതയിലും പറയുന്നുണ്ട്, 6-ാം അധ്യായം പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഈ വേഷഭൂഷാദികളിലൊന്നും ഈശ്വരന്റെ അടുത്തേക്ക് പോകുന്നത്, നിങ്ങളെ ഏതൊക്കെ തരത്തിൽ വേഷം അണിഞ്ഞുകൊണ്ടാണ് ഭഗവാനെ കാണാൻ ദർശനത്തിന് വരുന്നതെന്നൊന്നും ഭഗവാന്റെ ശ്രദ്ധ അതൊന്നുമല്ല, നിങ്ങളുടെ മനസ്സ് എവിടെയാന്നുള്ളതാണ്. ഇപ്പൊ അമ്പലത്തിൽ പോവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടായിരിക്കും പോവുക. ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നതല്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ആ സുഖഭോഗ വസ്തുക്കളൊക്കെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. ഭിക്ഷാന്നം പോലും അല്പം ചോറും പച്ചക്കറികളും ഒഴികെ ഉള്ളവയെല്ലാം ഉപേക്ഷിക്കണം എന്നാ പറഞ്ഞ. അന്നത്തെ പറ്റി ഒന്നുകൂടെ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. യുക്താഹാര വികാരസ യുക്ത ടേസസു കർമ്മസു, അതും സാത്വികാഹാരം കഴിക്കാൻ ശ്രമിക്കുക. സാത്വികാഹാരം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ നേദിക്കാൻ എടുക്കുന്ന ആഹാരങ്ങളാണ്. അതും സസ്യലതാദികളിൽ നിന്നുണ്ടാകുന്ന ഫലത്തിൽ നിന്നുണ്ടാകുന്ന ആഹാരങ്ങളാണ് സാത്വികാഹാരം. അതേ ആഹാരം തന്നെ പാചകം ചെയ്തിട്ട് ഭഗവാനെ നിവേദിച്ചിട്ട് 3 മണിക്കൂറിൽ കൂടുതലായിട്ട് കഴിച്ചാൽ അത് തമോ ഗുണത്തെ ഉണ്ടാക്കും. ഇതേ ആഹാരം തന്നെ കഴിക്കുകയാണെങ്കിൽ തന്നെ 3 മണിക്കൂർ ഉള്ളിൽ കഴിക്കണം. അതില് അമിതമായ മസാലകൾ ചേർത്ത് കഴിക്കരുത്. അതിന്റെ സാത്വിക ഗുണം പോവും, രജോ ഗുണമായിട്ട് മാറും. പഴകിയാൽ 3 മണിക്കൂറിൽ കൂടുതലായാൽ അത് തമോ ഗുണത്തെ ഉണ്ടാക്കും. അതാണ് ഭിക്ഷാന്നം പോലും അല്പം ചോറും പച്ചക്കറികളും. ചോറ് കുറച്ചിട്ട് നിവർത്തി ഉണ്ടെങ്കിൽ പച്ചക്കറി യുക്തമായത് കിട്ടുമെങ്കിൽ അത് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. ഇപ്രകാരമെല്ലാം ശീലിക്കുകയും സമദൃഷ്ടിയോടെ ജീവിക്കുകയും ചെയ്യുന്ന യോഗി നിശ്ചയമായും ശുദ്ധബ്രഹ്മത്തെ പ്രാപിക്കും. ഇത് ശുദ്ധബ്രഹ്മത്തിലേക്ക് എത്താനുള്ള, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ആഹാരം ഒന്നും ആവശ്യമില്ല. കാരണം ഭഗവാൻ അശരീരിയാണ്, ശരീരമില്ലാത്തവനാണ്. നമ്മുടെ ശരീരം ഉള്ളത് കൊണ്ട്, നമ്മൾ ശരീരികളായതുകൊണ്ട് ഈ ശരീരത്തെ നിലനിർത്താനാണ് അന്നം ഭക്ഷിച്ചോളാൻ ഭഗവാൻ പറഞ്ഞത്. അതും അമിതമാകരുത്, ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയത് മാത്രം കഴിക്കുക. അത് സാത്വികാഹാരം കഴിക്കുക. ഇപ്രകാരം ശീലമുണ്ടാക്കണം. അപ്പോൾ ഈ ഒരു ദൃഷ്ടിയോടെ തന്നെ നമുക്ക് 50% ജോലിയും കുറയും. ഈ ആഹാരം ഉണ്ടാക്കലും വയ്ക്കലും കഴിക്കലും കൊടുക്കലും ഒക്കെ എന്നുള്ളത്. ആഹാരം കുറച്ചാൽ നമുക്ക് അങ്ങനെയുള്ള തത്രപ്പാടുകളൊക്കെ, ഈ ഓട്ടവും ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടവും പാച്ചിലും ഒക്കെ കുറെ കുറയും. കുറ്റം പറയുന്നത് നിൽക്കും, ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കും. അപ്പം നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു കുറ്റവും പറയാതെ ഒരു നേരം കിട്ടുന്ന ഭക്ഷണം പ്രസാദം പോലെ കഴിക്കും. യാതൊരു സംശയവുമില്ല. അവിടെ സാധു പോലും നോക്കാൻ സമയമില്ല വിശപ്പിന്റെ ആധിക്യം കൊണ്ട്. അപ്പൊ പിന്നെന്താ കുറ്റം പറയാ? ഇങ്ങനെ സ്വഭാവശുദ്ധിയൊക്കെ തന്നെ ഉണ്ടാകുന്ന. അപ്പം അതുകൊണ്ട് ആഹാരം നല്ല വിശപ്പുള്ള ആൾക്ക് വിളമ്പി കൊടുത്താൽ ഇഷ്ടവും കൊടുത്താലും വേണ്ടില്ല, ആദ്യം 1-2 ഉരുള കഴിക്കുന്നവരെ ഒന്നും മിണ്ടാതെ കഴിക്കും. കുറച്ച് ഒരു 50% വയറ് നിറഞ്ഞാലാ പിന്നെ അതിന്റെ സ്വാദ് നോക്കുക. ഉപ്പാണോ മുളകാണോ കൂടുതൽ എന്നുള്ളതൊക്കെ അന്നേരം നോക്കുക. അതേസമയം നല്ല വിശപ്പോടെ കഴിക്കണമെങ്കിൽ 1 കഴിഞ്ഞ് കുറച്ച് വിശപ്പൊന്ന് ശമിച്ചു കഴിയുമ്പോഴാണ് അതിൽ എന്തൊക്കെയാ കുറവും കൂടുതലും ഒക്കെ ചിന്തിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ ശ്രദ്ധയുണ്ടാവുക. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? അപ്പൊ നമ്മൾ ആഹാര നിയന്ത്രണം സാധിച്ചാൽ ഈ കുറ്റം പറച്ചിലൊക്കെ ഇന്ദ്രിയ നിയന്ത്രണമൊക്കെ തന്നെ വരും, സാധിക്കും. അത് നമ്മൾ പരീക്ഷിച്ച് അനുഭവിച്ചറിയണം. അതുകൊണ്ടാണ് പ്രത്യാഹാരം, ആഹാര നിയന്ത്രണം എന്ന് പറഞ്ഞതിന്റെ കാര്യം. എന്നാൽ പെട്ടെന്നൊന്നും ആഹാരത്തെ നിയന്ത്രിക്കരുത്. കുറേശ്ശെ ആയിട്ട് അതിൽ മാറ്റം വരുത്തുകയും അതിന്റെ അളവ് കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് വേണം ഇങ്ങനെ യുക്താഹാരത്തിലേക്ക് എത്താനും എന്നർത്ഥം. അതുകൊണ്ട് ഇപ്രകാരം തന്നെ ഒരു ശീലം ഉണ്ടാക്കി വെക്കണം. വിഷ്ണുപദം പോകണോ, ഈ ശീലമൊക്കെ ഉണ്ടാക്കി വെക്കണം. നമ്മൾ ആഹാരം കഴിച്ചാൽ തന്നെ ഈ മരുന്നിനെ ആശ്രയിക്കലും ആവശ്യമില്ലാത്ത രോഗങ്ങളും 80% രോഗങ്ങളും നമുക്കുണ്ടാകുന്ന കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആഹാരം കുറച്ചാൽ അത്രയും വിഷാംശം ഉള്ളിൽ പോകുന്നത് കുറയും. ആഹാരം കഴിക്കൽ കുറച്ചാൽ മരുന്ന് കഴിക്കൽ കുറയ്ക്കാം എന്നാണ് എൻ്റെ ഒരു പോളിസി. ഇപ്രകാരം എല്ലാം ശീലിക്കുകയും സമദൃഷ്ടിയോടെ ജീവിക്കുകയും വേണം. അങ്ങനെയുള്ള യോഗി നിശ്ചയമായും ശുദ്ധബ്രഹ്മത്തെ പ്രാപിക്കും. വിഷ്ണുപദം പോകുന്നത് അങ്ങനെയുള്ളവരായിരിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ സ്പഷ്ടമാക്കുന്നത്. പിന്നെ ഭഗവാൻ പറയുന്നു, ഭൂതവസ്തു ശോചിത്വേ പുനർജന്മന വിദ്യതെ. നഷ്ടമാവയിൽ സങ്കടപ്പെടാതെയും വരാനുള്ളവയിൽ ആശിക്കാതെയും ജീവിക്കുക. വരുന്നതിനെ സന്തോഷമോ സന്താപമോ കൂടാതെ അനുഭവിക്കുകയും ചെയ്തോളൂ. നമുക്ക് കിട്ടുന്നത് പരാതിയൊന്നും പറയാതെ
സന്തോഷമോ അമിതമായ സന്തോഷമോ എന്നാ സന്താപമോ അതിന് കുറ്റവും കുറവും ഒന്നും കണ്ടുപിടിക്കാതെ അതനുഭവിച്ചോളൂ. ഈ പ്രകാരം കഴിയുന്നവന് പുനർജന്മം ഉണ്ടാകുന്നതല്ല. നമ്മൾ ഈ വീണ്ടും വീണ്ടുമുള്ള ജന്മത്തിലേക്ക് പോകാൻ കാരണം പോലും ആകുന്നത് നഷ്ടമായതിൽ സങ്കടപ്പെട്ട് നടക്കും. പിന്നെ ഈ കിട്ടാനുള്ളതിലോ അതിൽ ആശ വെച്ചുകൊണ്ട് നടക്കും. ആശ ഉപേക്ഷിച്ചാൽ നിരാശയില്ലാതെ വരും. അപ്പം നഷ്ടമായത് പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ സങ്കടവും ഇല്ലാതെ വരും. ഇങ്ങനെ ഒരു സമാവസ്ഥ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്ചതേ എന്ന് ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരുന്നതിനെ ഇനി യാദൃശ്യമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ എതിർച്ചാൽ ആപസന്തുഷ്ടോ ദ്വന്ദ്വാതീതം മത്സരബുദ്ധി ഇല്ലാതെ രണ്ടെന്നുള്ള ഭാവം ഇല്ലാതെ എന്ത് കിട്ടിയാലും യാദൃശ്യമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അത് അനുഭവിച്ചോളൂ. ഇപ്രകാരം കഴിയുന്നതിന് സമത്വചിന്ത അല്ലെങ്കിൽ ഈ ഒരു യുക്തഭാവം നിസ്സംഗഭാവം കൈവരുത്തുന്നതിന് ഒരിക്കലും പുനർജന്മം ഉണ്ടാകില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ 18ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യോഗം അവോചൽ യോ ഭക്തിയോഗ ശിരോമണി തം വന്ദേ പരമാനന്ദം നന്ദനമീശ്വരം. ഭക്തിയോഗ ശിരോമണിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മയോഗമാകുന്ന ഉത്തരഗീതയെ ഉപദേശിച്ചു തന്നിരിക്കുന്നു. കരുണാനിധിയും പരമാനന്ദ സ്വരൂപിയുമായിരിക്കുന്ന ആ പരമേശ്വരനെ ഞാനാകുന്ന അർജുനൻ ഇതാ വന്ദിക്കുന്നു. ഇവിടെ അർജുനാണ് ഇവിടെ സമർപ്പണം ശ്ലോകം ചൊല്ലുന്നത് എന്നർത്ഥം. ആത്മയോഗ ഓചൽ യോ ഭക്തിയോഗ ശിരോമണി, അതായത് ഭക്തിയോഗ ശിരോമണിയായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മയോഗമാകുന്ന ഉത്തരഗീതയെ ഉപദേശിച്ചു തന്നിരിക്കുന്നു, എനിക്കായിക്കൊണ്ട് ഉപദേശിച്ചിരിക്കുന്നു. കരുണാനിധിയും പരമാനന്ദ സ്വരൂപിയുമായിരിക്കുന്ന ആ പരമേശ്വരനെ ഞാനാകുന്ന അർജുനൻ ഇതാ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. 11ാമത്തെ ശ്ലോകം തൊട്ട് 18 വരെ ഒന്നുകൂടി നമുക്ക് പാരായണം ചെയ്തുകൊണ്ട് സമർപ്പിക്കാം. ദൃശ്യതേജൽ കകാകാരം കകാകാരം വിചിന്തയൽ സകളം നിഷ്കളം സൂക്ഷ്മം മോക്ഷദ്വാരേണ നിർഗതം അപവർഗസ്യ നിർവാണം പരമം വിഷ്ണു അവ്യയം സർവജ്യോതിർ നിരാകാശം സർവഭൂതഗുണാന്യതം സർവത്ര പരമാത്മാനം ബ്രഹ്മാത്മാ പരമവ്യയം അഹം ബ്രഹ്മേതി യൽ സർവം വിജാനാതി നര സദാ ഹന്യാൽ സ്വയമിമാൻ കാമാൻ സർവാശി സർവവിക്രയി സർവം നിഷിദ്ധം കൃത്വാപി കർമ്മഭിർ ന സബധ്യതേ നിമിഷം നിമിഷാർത്ഥം വാ ശീത നിവാരണം അചലാ കേശവ ഭക്തി വിഭൈ കിം പ്രയോജനം ഭിക്ഷാനം ദേഹരക്ഷാർത്ഥം വസ്ത്രം ശീത നിവാരണം അശ്മാനം ച ഹിരണ്യം ച ശാകം ശല്യോദരം തഥ സമാനം ചിന്തയേൽ യോഗി യതി ചിന്തമപേക്ഷതേ ഭൂതവസ്തുന്യശോചിത്വേ പുനർജന്മന വിദ്യതേ ആത്മയോഗം മവോചൽ യോ ഭക്തിയോഗ ശിരോമണി തം വന്ദേ പരമാനന്ദം നന്ദനമീശ്വരം. ഓം തസ്സൽ. ഇത് ശ്രീമദ് ഉത്തരഗീതാസു ബ്രഹ്മവിദ്യായം യോഗശാസ്ത്ര ശ്രീകൃഷ്ണാർജുന സംവാദേ തൃതീയോധ്യായക സമാപ്തോയം ഉത്തരഗീതായാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. ഇന്നത്തെ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, അരനിമിഷമെങ്കിലും നമ്മൾ ഭക്തിയോഗം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏകാഗ്രമായ മനസ്സ് അചഞ്ചലമായ ഭാവത്തിൽ ഭഗവാനെ ധ്യാനിക്കാൻ ശീലിക്കുക. ആ ചിദാനന്ദ സ്വരൂപനെ അരനിമിഷമെങ്കിലും, ഒരു നിമിഷം ഇല്ലെങ്കിൽ അരനിമിഷമെങ്കിലും ഏകാഗ്രമായിട്ട് ഫലിച്ചയില്ലാതെ അർപ്പണബോധത്തോടെ ആ അരനിമിഷമെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് അർപ്പണബോധത്തെ നാരായണായേതി സമർപ്പയാമി എന്ന ഭാവത്തിൽ ഏകാഗ്രമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ഈ അചഞ്ചലമായ ഭക്തിയിലേക്ക് തന്നെ നയിക്കുന്നതാണ്. രണ്ടാമത്, ശരീരം സംരക്ഷണത്തിനുള്ളത് യുക്താഹാര വിഹാരസ്യ യുക്തേജസ്സു കർമ്മസു യുക്ത സ്വപ്ന അവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്ന് പറഞ്ഞു. നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ശരീരം ആത്മാർത്ഥമായിട്ട് സംരക്ഷിക്കുക. അത് ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ഭഗവാന്റെ വരദാനമായിട്ട് കിട്ടിയിരിക്കുന്ന ശരീരമാണ് മാധ്യമം. നമുക്ക് നല്ലതും ചീത്തയായിട്ടുള്ള ഈശ്വര കാര്യങ്ങളോ എന്തോ നമ്മൾ ഇച്ഛിക്കുന്ന കാര്യമൊക്കെ ചെയ്യണം ഈ ശരീരമാണ് മാധ്യമം. അത് ഗുരുവായൂരപ്പൻ്റെ അപരാശക്തി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ഈശ്വരനെ ആശ്രയിച്ച് തന്നെ ആ ശരീരത്തെ നിലനിർത്താൻ ശ്രമിക്കുക. ആ അന്നമയമായ ശരീരത്തെ നിലനിർത്താൻ വേണ്ടുന്ന ആഹാരം മാത്രം കഴിക്കുക.
അതുകൊണ്ട് അമിതാഹാരി ആകരുത്. കഴിക്കുന്ന ആഹാരം ശുദ്ധ വസ്തു ഭിക്ഷാന്നമായിരിക്കണം സ്വീകരിക്കുന്നത്. ഭഗവാൻ നമുക്ക് ഭിക്ഷ നൽകുന്നതാണ് അന്നം. ഏത് തരത്തിൽ നിങ്ങൾക്ക് കിട്ടിയാലും വേണ്ടില്ല, അത് പ്രസാദമായി കരുതി അല്പാഹാരിയായിട്ട് മാറുക. ആഹാരം കുറച്ചാൽ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കും. അതിലൊക്കെ ഉപരി മരുന്ന് കുറയ്ക്കാൻ സാധിക്കും, ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും, വെയിറ്റ് ലെസ് ആകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആഹാരത്തെ ശ്രദ്ധിക്കുക. ശരീരത്തെ മറയ്ക്കാൻ അത്യാവശ്യമുള്ള വസ്ത്രം തന്നെ മോടിയൊന്നും കാണിക്കാതെ ഭൗതിക ഈ സുന്ദര അലങ്കാര വസ്തുക്കളൊക്കെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. സ്വർണം മുതലായ ആഭരണങ്ങൾ അത് തന്നെ കലിയിരിക്കുന്ന സാധനമാണ്. അത് ഉപയോഗിക്കാതിരുന്നാൽ തന്നെ കള്ളനെ പേടിക്കാതിരിക്കാം എന്നർത്ഥം. അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ഈ 2-3 കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ തന്നെ വിഷ്ണുപദത്തിലേക്ക് എത്തും, യാതൊരു സംശയവുമില്ല. ഇത് ശീലിച്ചാൽ തന്നെ നിത്യനൈമിത്യ കർമ്മങ്ങളിൽ ഈ ഒരു ശീലം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാകുകയും കാലക്രമത്തിൽ പുനർജന്മമില്ലാത്ത അവസ്ഥയിൽ വിഷ്ണുപദം പോവുകയും ചെയ്യും. അത് സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉത്തരഗീത എന്ന് പറയുന്ന ഈ ഒരു ജ്ഞാന സദസ്സ് നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അത് പറഞ്ഞു തരാൻ സാധിച്ചു. ഇനി ഈ 18 ശ്ലോകങ്ങൾ പോലും ഗീതയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ കൂടി ഒന്നോടെ ഒരു പരിചിന്തനം നമുക്ക് ആവശ്യമാണ്. അത് തുടർന്നും ഉണ്ടാകും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.